ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ രാവിലെ ആദ്യത്തെ ഭാഗവും എടുത്തു വെക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മോനിക്കുട്ടൻ കൊച്ചോളുടെ വീട്ടിലാണ്. ഭയങ്കര മഴയായിരുന്നു, വൈകിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നില്ല. അപ്പം ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് അങ്ങോട്ട് പോവാം കേട്ടോ. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, അപ്പോൾ വൈകിട്ട് അങ്ങോട്ട് പോയാൽ നാളെ വൈകിട്ടത്തേക്ക് ഇനി തിരിച്ചു പോരെ, ഇന്ന് അവിടെ കിടക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. മോനിക്കുട്ടൻ ഇടാനുള്ള ഒരു ജോഡി ഡ്രസ്സേ കൊണ്ടുപോയിട്ടുള്ളായിരുന്നു. അവിടെ കൊച്ചോളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് നടക്കോ വീട്ടിൽ. അപ്പോൾ അവനുള്ള ഡ്രസ്സ്, എനിക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു എല്ലാം വെച്ച് പോവാം കേട്ടോ. പോയിട്ട് നമുക്കിനി വൈകിട്ട് അവിടെ കാണാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ അയ്യോ നാളെ നീ എന്നെ കളഞ്ഞിട്ട് പോയത്. എന്റെ മുത്തായിരുന്നെങ്കിൽ എന്റെ കൂടെ ഇരുന്നേ. അവരാദ്യം പോയത്. കൊച്ചു പിള്ളേരോട് കാണ്ടപ്പോ പോയിരുന്ന് കാണിക്കാട്ടോ. അതിനടി ഇവിടുന്ന് പോയത്. മോനു ഇങ്ങോട്ട് വരാൻ. എവിടെ കയറി പോവാൻ? മോനു ഇങ്ങോട്ട് വാ, നാക്കൊണ്ട് വെള്ളത്തിലിടുവാ. ഇനി വാ. ഇന്നലെയാണ് എന്റെ ചേച്ചി കേറി വന്നു, മോനും കേറി വന്നത് ചിപ്പി അമ്മച്ചി ചേച്ചി കുറച്ചെടുത്തെങ്കിലും ഉണ്ടായിരിക്കുവായിരുന്നു. അവക്ക് മനസ്സിലായില്ല കേട്ടോ, അതാ നോക്കുന്നതാണ്. അമ്മേ, അമ്മയുടെ മോൾ വരുന്നു. വരുന്നു മാമിയുടെ മോൾ. വരുന്നു മാമിയുടെ മോൾ. പാത്ത് വരുമോ? ഞാൻ വീഡിയോ എടുക്കുവാന്ന് പറഞ്ഞ് മനസ്സിലായി. അതിന് അവിടെ ഇവിടെയൊക്കെ പാത്ത് നിൽക്കുക. എത്ര നേരം നിൽക്കുമെന്നോ, എത്ര നേരം ഇവിടെ അവിടെ നിൽക്കുമെന്ന് നോക്കട്ടെ. ഒരാൾ പോലെ ആനയിച്ചോണ്ട് വരുന്നുണ്ട്. ആ സാധനം എല്ലാം തിന്ന എരിയില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നോക്കുമ്പോഴേ അവിടെ പോയി നിന്നിട്ട് വാ മോളെ, കേറി വാ. കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പോപ്പിൻസ്. ഓ ഇല്ല, ചുമ്മാ അല്ല അവനെ അമ്മച്ചീന്ന് വിളിക്കുന്നത്. ഓ ഞാൻ പോട്ടെ, ഇതെല്ലാം ഞാനിടും. നിർത്തി വാ. നേഴ്സാണ് പോലും, നേഴ്സ്. നിർത്തിയണേ. അനിക്കർ മുകളിലോട്ട് പിടിച്ചു.
കഴിച്ചു കഴിഞ്ഞിട്ട് മതി. കഴിച്ചു കഴിഞ്ഞിട്ട് മാമയും തരുന്നത്. ഇത്രയും നാളെ ഞാൻ അടങ്ങിയിരിക്കുമല്ലേ, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി തരണം. തരണേ. കാണാൻ ഒക്കെ നോക്കട്ടെ. എവിടെ ആക്കളെ? ആ, നീലപ്പൊന്മാൻ. നീലപ്പൊന്മാൻ അതുകൊണ്ടായിരിക്കുന്നുണ്ട്. ഇത് പറന്നു വരുമ്പോ കാണാം. സൂം ചെയ്യുമോ? എന്തോ വരും. മാമിയൊക്കെ താമസിക്കുന്ന വീട് തൊട്ടടുത്ത റൂമിൽ ഒരു ഉമ്മയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നോമ്പ് കഞ്ഞിയും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്ന് നോമ്പ് മുറിക്കാറായപ്പോഴത്തേക്ക്, അപ്പോൾ ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് നോമ്പ് കഞ്ഞി കുടിക്കുന്നത്. എല്ലാ വർഷവും നമുക്ക് ഇതേപോലെ എവിടെ നിന്നെങ്കിലും കിട്ടാറുണ്ട്. ഈ വർഷം ഇത് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. പിന്നെ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചു. രാത്രിയിലത്തേക്ക് കപ്പ പുഴുങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മാമി കപ്പ എടുക്കുവാണ്. പിന്നെ മുത്തിനെ വിളിച്ച് കുറേ നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മോനുകുട്ടനെ ഞാൻ എന്തോ വഴക്ക് പറഞ്ഞേ. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇവിടെ നിന്ന് പൊക്കോന്ന് ദേഷ്യപ്പെട്ടു എന്നോട് പറഞ്ഞു കേട്ടോ. ഞാനത് വലിയ കാര്യത്തെ മുത്തിനോട് പരാതി പറഞ്ഞ് മോനുകുട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടെന്ന്. അത് കേട്ട ഉടനെ അവനിരുന്ന് കടകടാന്ന് ചിരിക്കുന്നു. അപ്പം ഞാൻ ആരായി? എനിക്ക് ഇമ്മിണി സന്തോഷമോ സമാധാനമോ ഒക്കെ കിട്ടുന്ന വളരെ ചുരുക്കം ചില ഇടങ്ങളേ ഉള്ളൂ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഓടിക്കയറി ചെല്ലാൻ പറ്റുന്നത്. അതിലൊന്ന് ഇതാണ് കേട്ടോ. എന്നെക്കാളും ഇങ്ങോട്ട് വരാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് മോനുകുട്ടനാണേ. ആണോ? നിങ്ങൾ എത്ര പേര്? 5 പേരോ? ചിക്കനൊക്കെ മേടിച്ച് കറി റൂമിലാണെങ്കിൽ വിളിച്ചു പറയുന്നത് ചിപ്പിക്ക് വിശക്കുന്നത്. മനുഷ്യരെ വിഴുങ്ങിക്കളയുമെന്ന്. ചിപ്പി നീ വന്നണക്ക് എന്തൊക്കെ കഴിച്ചടി? നോമ്പ് കഞ്ഞി കുടിച്ചു. ഞാൻ കഞ്ഞി കുടിക്കത്തില്ല. ചായ കാപ്പി കുടിച്ചു. ഒരു കാപ്പി ആപ്പിള് തിന്നുന്നുണ്ട്, പരിപ്പോട തിന്നുന്ന. എത്ര രോഗികളെ കുത്തി നോവിച്ചു. കൂട്ട് കെട്ടിട്ടൊന്നും പോവുകയും ചെയ്യരുത് കേട്ടോ. സിഗരറ്റ് വലിക്കാനോ വീടി വലിക്കാനോ ഷാമ്പു വെക്കാനോ ഒന്നും പോകരുത്. മോന് മുടിയ ഇഷ്ടമുള്ള മോന്റെ സ്റ്റൈല് പോലെ ഇഷ്ടം അതാണെങ്കിൽ മോൻ വളർത്തിക്കോ. അതൊന്നും മാമന് ഇഷ്ടം. ആർക്കുള്ള ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടൊന്നുണ്ട് കേട്ടോ. പണം പിടിക്കാൻ തള്ള പോയി കിടന്ന് കഷ്ടപ്പെട്ട നിന്റെ പഠിപ്പിക്കും. ഓർമ്മ വേണം. ഒന്നുമല്ല, ഞാൻ പരാതി പറഞ്ഞപ്പോ നീ ചിരിച്ച ചിരി അത് ഞാൻ മറക്കത്തെ കേട്ടോ. ചേച്ചി പറഞ്ഞതാടാ, എന്റെ മുത്തിനോട് പറഞ്ഞ എന്റെ മുത്ത് ഇങ്ങനൊന്നും പറ്റില്ലാമോ അവനെ വഴക്ക് പറയുന്ന. നീ എന്നിട്ട് ചിരിച്ചല്ലോടാ. എന്റെ മുത്ത്, ഞാൻ പറഞ്ഞു എന്റെ മുത്ത് എന്നെ ഇങ്ങനൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് നീ പറയത്തില്ല, പക്ഷെ പറഞ്ഞത് കേട്ടപ്പോ നിനക്ക് എന്തോ ഒരു ആനന്ദം കിട്ടി. എന്നാലും നീ എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല മുത്തഞ്ഞ. എനിക്ക് അവനെ പ്രതീക്ഷയില്ല. പക്ഷേ നിന്നെ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ കൊച്ചോള് പോയി പുസ്തകമൊക്കെ തുറന്ന് എന്തൊക്കെയോ എഴുതുന്നൊക്കെ ഉണ്ട്. കൊച്ചോളിപ്പോൾ MCAക്ക് പഠിക്കുക കേട്ടോ. അപ്പം പിന്നെ അവിടുത്തെ വെട്ടത്തിൻ്റെ പ്രശ്നം കൊണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഒക്കെ കുറവാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ ട്യൂബ് ലൈറ്റ് അല്ല, മറ്റേ LED ബൾബായിട്ടിരിക്കുന്നത്. അപ്പോൾ വെട്ടം കുറവുണ്ട്. അപ്പം ഇന്ന് നാളെയൊക്കെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചായിരിക്കും എന്നുള്ളത് കൊണ്ട് അതൊക്കെ എൻ്റെ പ്രിയങ്ങൾ ക്ഷമിക്കണം. ചുറ്റുമുള്ള വെട്ടമൊക്കെ ഇച്ചിരി കുറവാണെങ്കിലും മനസ്സിലെ സന്തോഷത്തിനൊന്നും ഒരു കുറവില്ല. കാരണം എന്താ വെച്ചാലേ ഇപ്പോഴും ഞാൻ വാത്സല്യം അനുഭവിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. മോളെ മക്കളെ എന്നൊക്കെ വിളിക്കാൻ അത്രയും എല്ലാവർക്കും പറ്റും. പക്ഷെ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണോ ഹൃദയത്തിൽ നിന്നാണോ എന്നൊക്കെ ഒരു എന്താ പറയുന്ന ഒരു തോന്നലുണ്ടാവണമെന്നുണ്ടെങ്കിൽ അത്രയേറെ സ്നേഹത്തോടെ നമ്മളെ വിളിക്കണം. അത് എനിക്കിവിടെ നിന്ന് കിട്ടാറുണ്ട്. പലരും
അതിനെ കുറ്റപ്പെടുത്തലും പുച്ഛമൊക്കെ കാണിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയെക്കാളും ഒരുപക്ഷെ എന്നെ സ്നേഹിക്കുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ് എൻ്റെ മാമി. അപ്പം പലർക്കും അഭിപ്രായ വ്യത്യാസം വരും, പെറ്റമ്മയ്ക്ക് പകരം പെറ്റമ്മ മാത്രമേ ഉള്ളൂ എന്ന്. എനിക്ക് എൻ്റെ അമ്മയുടെ സാന്നിധ്യം വേണ്ടുന്ന സമയത്ത്, അമ്മ മാറി നിന്ന സമയത്ത് എന്നെ കരുതിയ, എന്നെ വേദനകളെ അറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ സ്ഥാനത്ത് വേറൊരാളും കൂടിയുണ്ട്, എൻ്റെ കുക്കുവിൻ്റെ അമ്മ. ഇവർ രണ്ടുപേരുമാണ് എന്നെ അറിഞ്ഞ് എന്നോടൊപ്പം നിന്നിട്ടുള്ളത്. എൻ്റെ വിഷമങ്ങളും വേദനകളൊക്കെ മനസ്സിലാക്കി എന്നോടൊപ്പം നിന്നിട്ടുള്ളവർ. തെറ്റ് കണ്ട വഴക്ക് പറയുകയും ചെയ്യും. എന്ത് വിഷമങ്ങളും അവരോട് എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അനുഭവങ്ങൾ വ്യത്യാസപ്പെടുമ്പോൾ അഭിപ്രായങ്ങളും മാറുമല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അത്താഴമൊക്കെ കഴിച്ച് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കിടന്നു. ഇനിയിപ്പോൾ നാളെ വൈകിട്ടത്തേക്ക് തിരിച്ചു പോകണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. നോക്കാം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.